ഡി സി ഓഫീസിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ഉണ്ടാവുമോ നമുക്ക് അറിയില്ലല്ലോ. ഒന്ന് അവസാനമായിട്ട് നമുക്ക് കാണാമെന്ന് വിചാരിച്ചു. അതെ, ഡി സിയിലേക്ക് ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. അപ്പോൾ നിഷാദ് ചേരുന്നുണ്ട്. നിഷാദ് നമ്മോട് കൂടി ചേരുകയാണ്. നിഷാദ് വിലാപയാത്രകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിഷാദും കൂടി ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ എനിക്ക് തോന്നുന്നു അതേപോലെ തന്നെ സമാനമാണോ അതോ അതിന് മുകളിലാണോ എന്നൊന്നും നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല. പക്ഷേ നിഷാദിന് ഇങ്ങനെ ഈ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെയുള്ള യാത്രയിൽ എന്താണ് ഫീൽ ചെയ്തത്? നമ്മൾ രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന ലീഡേഴ്സിനെ എന്തുമാത്രം വാല്യൂ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഭയങ്കരമായ അനുഭവമാണ്. നമ്മൾ ഇപ്പം നോക്കൂ, എല്ലാ തരത്തിലുള്ള ആൾക്കാരാണ് റോഡിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പറയില്ല രാഷ്ട്രീയക്കാരെന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് എന്തോ ഒരു രാഷ്ട്രീയക്കാർ, അവരെന്തോ കൊള്ളക്കാർ, വേണ്ടാത്തത് ചെയ്യുന്ന ആൾക്കാർ, ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയില്ലാത്തവർ, പുതിയ ചെറുപ്പക്കാർക്ക് രാഷ്ട്രീയക്കാരെക്കുറിച്ചൊന്നും വലിയ മതിപ്പൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അതിനുള്ള രാഷ്ട്രീയ കേരളത്തിൻ്റെ മറുപടിയാണിത്. കാരണം 23 മണിക്കൂർ എടുക്കുന്നു വി എസ് അച്യുതാനന്ദനെ പോലെ ഒരു വന്ധ്യവയോധികനായ രാഷ്ട്രീയക്കാരൻ്റെ വിലാപയാത്ര അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലെത്താൻ. ആകെ 3 ജില്ലയെ പിന്നിടുന്നുള്ളൂ. കേരളത്തിൽ 14 ജില്ലയുണ്ട്. 3 ജില്ല കവർ ചെയ്യാൻ ഇത്രയധികം മനുഷ്യരെ വകഞ്ഞു മാറ്റിക്കൊണ്ടെന്ന് വരേണ്ടി വരുന്നു വെച്ചാൽ എന്തുമാത്രമാണ് രാഷ്ട്രീയക്കാർ ചെയ്യുന്ന സേവനത്തോട് ജനങ്ങൾ അതിന് കൊടുക്കുന്ന വാല്യൂ, അതിന് കൊടുക്കുന്ന മൂല്യം, അതിന് കൊടുക്കുന്ന ആദരം, അതിന് കൊടുക്കുന്ന നന്ദി എന്ന് പറയുന്ന സംഗതിയാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ രണ്ടാമത്തത് ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡറാണ്. കമ്മ്യൂണിസം എന്നൊക്കെ പറഞ്ഞ സംഗതിയോട് ആളുകൾക്ക് പൊതുവെ മടുപ്പായി തുടങ്ങിയിരിക്കുന്നു. കമ്മ്യൂണിസത്തോട് ലോകത്താകമാനമുള്ള ആളുകൾക്ക് വിപ്രതിപത്തിയാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടല്ലോ. എന്നാൽ അതിനപ്പുറം പോയിട്ട് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ലോകത്തെ നമുക്ക് കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡർക്കാണ് എല്ലാ നമ്മൾ കഴക്കൂട്ടത്ത് വന്നപ്പോൾ അവിടുത്തെ IT ഹബ്ബായിട്ടുള്ള സ്ഥലമാണ്. അവിടുത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ വെറുതെ കാണാൻ നിൽക്കില്ല, അവർ കണ്ണേ കേരള എന്നുള്ള മുദ്രാവാക്യം വിളിക്കുകയാണ്. അപ്പോൾ ഒരു ലീഡർ എന്ന് പറയുന്നത് എന്തുമാത്രം കേരളത്തിൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരാൾ, അതൊക്കെ ഏതൊക്കെ വിഭാഗം ജനങ്ങളെ അദ്ദേഹം സ്വാധീനിച്ചു. പിന്നെ നമ്മൾ പറയില്ല ഈ വന്ന ആൾക്കാർക്ക് എല്ലാവർക്കും VS കാണാൻ പറ്റും, കാണാൻ പറ്റില്ല. വഴി നിന്ന് എല്ലാവർക്കും കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമ്മൾ പറയില്ലേ അറിയപ്പെടാത്ത മനുഷ്യരുമായി നീ എനിക്ക് സാഹോദര്യം സമ്മാനിച്ചു. വാട്ട് ഈസ് കോമ്രേഡ്ഷിപ്പ് എന്ന് പറയുന്നത് അതാണ് ഒരു അർത്ഥത്തിൽ ഇത്. എന്ന് വെച്ചാൽ VS വരെ എല്ലാവരെയും അറിയാൻ പോയില്ല. അപ്പോൾ തെരുവിൽ കാത്തു നിന്ന മുഴുവൻ മനുഷ്യരെ അറിയില്ല. പക്ഷേ VS അച്യുതാനന്ദൻ എടുത്ത നയനിലപാടുകൾ, അദ്ദേഹം 100 വർഷം ജീവിച്ചപ്പോൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയ ആശയം, അത് അദ്ദേഹത്തിന് ഒരുപാട് സഹോദരങ്ങളെ സമ്മാനിച്ചു, ഒരുപാട് സഖാക്കളെ സമ്മാനിച്ചു. അതാണ് അറിയപ്പെടാത്ത മനുഷ്യരുമായിട്ടുള്ള, അതാണ് കോമ്രേഡ്ഷിപ്പിൻ്റെ ഒരു മീനിങ്, സാഹോദര്യം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആളുകൾ വന്ന് നിന്ന് കൊടുക്കുകയാണ്. ജസ്റ്റ് കണ്ടാൽ മതി. അവർക്ക് കണ്ടിട്ടില്ലെങ്കിൽ കൂടിയും നിങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ ആ വലിയ ജനസഞ്ചയത്തിൽ ഞങ്ങൾ ഒരാളായി ഉണ്ടായിരുന്നു എന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ കൂടി വന്നിരിക്കുന്ന മനുഷ്യരാണ്. നിഷാദിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ കുറച്ചുകൂടി സംസാരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് മുദ്രാവാക്യം VSുമായി ബന്ധപ്പെട്ട് കേട്ടു. കണ്ണേകരലെ മുദ്രാവാക്യമാണ് തിരുവനന്തപുരം മുതൽ ഇവിടം വരെ കേട്ടത്. ഇതിനിടയ്ക്കൊരു മുദ്രാവാക്യത്തെക്കുറിച്ച് VS നിഷാദ് പറയുന്നുണ്ടായിരുന്നു. ആ മുദ്രാവാക്യം അത് ഉള്ളിൽ നിന്ന് വന്നിട്ട് അവർ വിളിക്കുന്നതാണെന്ന് തോന്നുന്നു. യെസ്, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു ആ വാക്ക്, ഞാൻ അധികം കേട്ടിട്ടില്ല കേട്ടോ. അതെന്താണ്? വിപ്ലവത്തെക്കുറിച്ചുള്ള മുദ്രാവാക്യം വിളിയാണ്. VS അച്യുതാനന്ദൻ കണ്ണേ കേരളയെ ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂ എന്നൊക്കെയുള്ള മുദ്രാവാക്യം വിളിച്ച് അങ്ങനെ പോകുന്നു. VS അച്യുതാനന്ദൻ യുവാക്കളിലേക്ക് സമരവീര്യം എന്ന് പറയുന്ന സംഗതി എന്തുമാത്രം ആഴത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ആ മുദ്രാവാക്യം വിളിക്കുന്നത്. തമ്പ്രാനൊന്ന് ഞൊടിച്ചാൽ ഞെട്ടറ്റു വീഴുന്ന കുമ്പളപ്പൂവിലെ പുഴുവല്ല വിപ്ലവം, കരയുന്ന കുഞ്ഞിന്റെ കാതിൽ മുഴങ്ങുന്ന അമ്മതൻ താരാട്ടുപാട്ടായ വിപ്ലവം. അതിനും അപ്പുറമുള്ള മനുഷ്യ ജീവിത പ്രശ്നങ്ങളാണ് VS അച്യുതാനന്ദൻ സമര വിഷയങ്ങളാക്കി നമ്മുടെ മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത്. അത് ഏറ്റെടുക്കുക എന്ന് പറയുന്ന അതാണല്ലോ. ചോര തുടിക്കും കയ്യുകളെ പേറുക നീ പന്തങ്ങൾ. എന്താണ് VS അച്യുതാനന്ദൻ സമരം എന്ന ആശയമായിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുന്നത് എന്നതിനെ ഏറ്റെടുക്കുക യുവതലമുറയെ നമ്മൾ കാണുകയാണ്. VS അച്യുതാനന്ദന്റെ വിലാപയാത്ര അതായത് DC ഓഫീസിലേക്കുള്ള വഴിയാണ്. ആ വഴിയിലേക്ക് VS അച്യുതാനന്ദന്റെ വിലാപയാത്രയുടെ വാഹന വ്യൂഹത്തിന്റെ ഒരു ഫ്രണ്ട് എൻഡ് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നു വിലാപയാത്ര പ്രത്യേകം സജ്ജീകരിച്ച KSRTC ബസ്സിൽ DC ഓഫീസിലേക്ക് വിലാപയാത്ര കടന്നു വരികയാണ്. യെസ്, DC ഓഫീസിലേക്ക് എത്തുകയാണ്. വഴി കടന്നു വരികയും അതിനപ്പുറത്തെ വഴിയിലൂടെ ഇറങ്ങിപ്പോവുകയും ചെയ്യണം. അപ്പുറത്തെ വഴിയിലാണ് ഒരുപക്ഷെ 100 കണക്കിന് ആളുകൾ, ആയിരങ്ങൾ കാത്തു നിൽക്കുന്നത് DC ഓഫീസിലേക്ക്. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 12 മിനിറ്റുകൾ കൂടി പിന്നിട്ടിരിക്കുന്നു. നമ്മളിപ്പോൾ കാണുന്നത് VS അച്യുതാനന്ദൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു വരുന്നു. തൊട്ടുപുറകിലുള്ള വാഹനം തിരുവനന്തപുരത്തെ ദർബാർ ഹാളിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. അത് 20 മണിക്കൂറോളം VS അച്യുതാനന്ദന് അവസാനത്തെ യാത്രാമൊഴി നൽകാൻ 100 കണക്കിന് ആളുകൾ തെരുവുകയാണ്. ഇപ്പോൾ DC ഓഫീസ് വഴിയിലേക്ക് വാഹനം കടന്നു പോകുന്നുണ്ട് കാണുകയാണ്. വാഹനത്തിന്
പിന്നാലെ അണയുന്ന ആൾക്കാരെ ഇവിടെ അതായത് ഒരു 300 മീറ്റർ താഴെ മാത്രം സമയമേ ഉള്ളൂ ഇനി വി എസ് അച്യുതാനന്ദൻ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വാഹനം DC ഓഫീസിലേക്ക് എത്തിച്ചേരാൻ. അപ്പോൾ അത്രയും സമയം കൊണ്ട് വളരെ വേഗത്തിൽ DC ഓഫീസിലെത്തും. എത്തിക്കഴിഞ്ഞാൽ ഇനിയുള്ള സമയം എത്ര പൊതുദർശനത്തിനായുള്ള സമയം അനുവദിച്ചിരിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ VIP അടക്കമുള്ള ആളുകൾ കാത്തിരിക്കുന്നു. പ്രധാനപ്പെട്ട മന്ത്രിമാർ, മുന്നണി നേതാക്കൾ, മറ്റ് CPIM-ന്റെ കേന്ദ്ര നേതാക്കൾ എല്ലാവരും തന്നെ DC ഓഫീസിൽ അന്ത്യോപചാരം അർപ്പിക്കാനാണ്. അതിനുശേഷം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, പ്രവർത്തകർക്കൊക്കെയും തന്നെ അവിടെ സമയം നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. പക്ഷേ എന്തുമാത്രം കീപ്പ് ചെയ്യാൻ പറ്റും എന്ന് നോക്കണം. ഇപ്പോൾ നമ്മൾ കാണുന്നത് DC ഓഫീസിലേക്ക് വി എസ് അച്യുതാനന്ദൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രാ വാഹനം ചെന്നടുക്കുന്നതിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ വിലാപയാത്രാ വാഹനത്തെ മുദ്രാവാക്യങ്ങളുമായി അനുഗമിക്കുന്നു എന്നത് കാണാം. ഒരുപാട് വൈകിട്ടാണ്. ഇന്ന് രാവിലെ 9 മണിക്ക് ഇവിടെ എത്തുമെന്ന് വിചാരിച്ചിരുന്ന വിലാപയാത്രാ വാഹനമാണ് ഇപ്പോൾ വൈകുന്നേരം 3:15 എത്തുന്നത്. ഇനി ഇവിടെ എത്ര സമയം അതിന് അനുവദിക്കാൻ കഴിയും? അരമണിക്കൂർ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നാണ് നേരത്തെ DC ഓഫീസിൽ നിന്ന് അനൗൺസ് ചെയ്തിരുന്നത്. ആ അരമണിക്കൂർ മാത്രം മതിയാകുമോ എന്ന് സംശയം. കാരണം ഇപ്പോൾ ഇതിൻ്റെ പിന്നാലെ വന്നിരിക്കുന്ന മനുഷ്യർക്ക് അല്ല, അപ്പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. ഇത് ഓപ്പോസിറ്റ് വഴിയിലൂടെ അകത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. മെയിൻ എൻട്രൻസിൽ കാത്തു നിൽക്കുന്നത് ഏറ്റവും കുറഞ്ഞത് 2000 പേരെങ്കിലും അവിടെ കാത്തു നിൽക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ കുറച്ച് സമയം മുമ്പ് നോക്കുമ്പോൾ കാണുന്നത്. അതിന് പുറത്തും റോഡിലൊക്കെ ആൾക്കാരുണ്ട്. സോ അതുകൊണ്ട് ആളുകൾക്ക് കാണാനുള്ള അവസരം കൊടുക്കാൻ തീരുമാനിച്ചാൽ അരമണിക്കൂർ കൊണ്ടോ 1 മണിക്കൂർ കൊണ്ടോ ഇവിടുന്ന് ഒഴിവാക്കുക പ്രയാസമാണ്. ഇത് മാത്രമല്ല, അവസാനത്തേതല്ല. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ പൊതുദർശന വേദി എന്ന് പറയുന്നത് അവിടുത്തെ ഗ്രൗണ്ടാണ്. അപ്പോൾ ആ ഗ്രൗണ്ടിലേക്ക് പോകാൻ എപ്പോഴായിരിക്കും പോവുക? ഇവിടെ നിന്ന് എടുത്താൽ ഏറ്റവും കുറഞ്ഞ 5 മണിക്കേ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഗ്രൗണ്ടിൽ എത്താനുള്ള സമയം, അവിടെ എത്ര സമയം ഇനി കാത്തിരിക്കണം, ആളുകൾക്ക് അവസരം ഉണ്ടാകുന്നത് നമ്മൾ കാണേണ്ട കാര്യമാണ്. അതിനുശേഷം വേണം വലിയ ചുടുകാട്ടിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ DC ഓഫീസിലേക്ക് അടുക്കുന്നു. വി എസ് അച്യുതാനന്ദനുള്ള സ്നേഹോപഹാരങ്ങളുമായി അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള ആദരമുദ്രകളുമായിട്ട് കുട്ടികളടക്കമുള്ള ആളുകൾ വരുന്നു. അതിൻ്റെ കാഴ്ചയാണ്. വി എസ് അവസാനമായി ഒരിക്കൽ കൂടി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വരികയാണ്. നേരത്തെ വേലയ്ക്കകത്ത് വീട്ടിലേക്ക് വന്നതുപോലെ ഇനിയൊരു മടക്കമില്ലാത്ത, ഇനി ഒരിക്കൽ കൂടി വി എസ് വരില്ല എന്ന യാഥാർത്ഥ്യം, എന്ന ബോധ്യം അവിടെ കൂടിയ പ്രവർത്തകർക്ക്, ജനങ്ങൾക്ക് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പാർട്ടി ഓഫീസിലേക്ക് അവസാനമായി വരുന്ന വി എസിനെ ഒന്ന് കാണുക എന്നുള്ളത് ഹൃദയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈകാരിക നിമിഷങ്ങളിലൊന്നായി കാണുന്ന പരശ്ചത മനുഷ്യർ ഇപ്പോഴും ആ ഓഫീസിൻ്റെ അകത്തും പുറത്തും വഴിയോരങ്ങളിലുമൊക്കെയായി തടിച്ചുകൂടി നിൽപ്പുണ്ട്. ഒറ്റ നോട്ടത്തിനായി, കേവലം ഒരു നോട്ടത്തിന് വേണ്ടി മാത്രം, 1-2 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരെത്തി നോട്ടത്തിനായി, ആ 1-2 സെക്കൻഡ് ആ മനുഷ്യരുടെയൊക്കെ മനസ്സിൽ എത്രമാത്രം വലിപ്പമുള്ളതായിരിക്കും എന്ന ചോദ്യത്തിന് ഇപ്പോൾ നമുക്ക് ഉത്തരമില്ല. വരാനിരിക്കുന്ന ഓരോ തലമുറയും വി എസിനെ കുറിച്ച് പഠിക്കും, ഗവേഷണങ്ങൾ നടത്തും, റെഫറൻസുകൾ ഉണ്ടാകും. അപ്പോഴൊക്കെ ഈ മനുഷ്യർക്ക് പറയാം, ഞങ്ങൾ വി എസിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നവരാണ്, അല്ലെങ്കിൽ വി എസിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളാണ്.
അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര കണ്ടിരുന്നവരാണ് എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ഓരോ മനുഷ്യരുടെയും ഈ നിമിഷങ്ങൾ, അവരുടെ ജീവിതത്തിലെ ഈ സെക്കൻഡുകൾ എത്രമേൽ വിലപ്പെട്ടതാണ് എന്നുള്ളത് ഓരോരുത്തരുടെയും ബോധ്യങ്ങൾക്കനുസരിച്ച് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. എന്നാലും DC ഓഫീസിലേക്ക് കയറുകയാണ്. അവിടെ എത്ര സമയം എന്നുള്ളത് ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ നിശ്ചയിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലൂടെ എല്ലാ സാഹചര്യങ്ങൾ കടന്നു പോകുന്നത്. ഞാന്ന് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞത് മുതൽ ഒന്നും നിശ്ചയിക്കപ്പെട്ട പ്രകാരമല്ല കടന്നു പോകുന്നത്. അത് ഇന്നലത്തെ വിലാപയാത്രയടക്കം പിന്നീടുള്ള എല്ലാം ഇപ്പോൾ അരമണിക്കൂർ സമയം മാത്രമേ DC ഓഫീസിൽ ഉണ്ടാകൂ എന്ന ഒരു തീരുമാനം നേരത്തെ പാർട്ടി എടുത്തിട്ടുണ്ട്. പക്ഷേ അതങ്ങനെ തന്നെ നടപ്പാകണമെന്നില്ല. ഇപ്പോൾ 3:30 കടക്കുന്നു. ഒരു 4 മണിക്ക് തന്നെയെങ്കിലും റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തിക്കണം എന്ന് പാർട്ടി കരുതുന്നുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അത് നടപ്പാകാൻ പോകുന്നില്ല. എല്ലാ സമയക്രമവും, എല്ലാ മുൻധാരണകളും, എല്ലാ മുൻ തീരുമാനങ്ങളും പാളുന്നതാണ് നമ്മൾ കണ്ടത്. ആ സമയക്രമം തെറ്റിച്ചത് VSO പാർട്ടിയോ അല്ല, ഇങ്ങനെ എവിടെ നിന്നൊക്കെയോ ഇരമ്പിയെത്തിയ അനേകായിരം മനുഷ്യരാണ് സമയക്രമങ്ങളെല്ലാം തെറ്റിച്ചത്. അതുകൊണ്ട് VSന് അവസാനമായി ഒരു നോക്കു കാണാൻ ആഗ്രഹിച്ചെത്തിയ മനുഷ്യരാണ്. അവരെ നിരാശപ്പെടുത്തേണ്ടതില്ല എന്ന് പാർട്ടി നേരത്തെ തീരുമാനിച്ചതാണ്. പിണറായി വിജയനെ കാണാം, മുഖ്യമന്ത്രി അടക്കം, SRP അടക്കം, പിന്നിൽ EP ജയരാജ് അടക്കം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ മുതിർന്ന നേതാക്കളെല്ലാം അവിടെ DC ഓഫീസിലുണ്ട്. അവസാനമായി VS യാത്ര പറയുമ്പോൾ വീട്ടിലും ഓഫീസിലുമെല്ലാം മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. വിലാപയാത്രയ്ക്കൊപ്പം CM ഉണ്ടായിരുന്നില്ല, അത് നേരത്തെ തന്നെ പാർട്ടി അറിയിച്ചിരുന്നു. പക്ഷേ ആലപ്പുഴയിലേക്ക് VS എത്തിയപ്പോഴേക്കും CM അവിടെ എത്തിയിരുന്നു. ഇപ്പോൾ പിണറായി വിജയൻ അടക്കം, SRP അടക്കം, EP ജയരാജ് അടക്കം, MV ഗോവിന്ദൻ അടക്കം, CPMൻ്റെ മുതിർന്ന നേതാക്കളെല്ലാവരും അവിടെയുണ്ട്. അവസാനമായി ഒരിക്കൽ കൂടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് VS എത്തുകയാണ്. VSൻ്റെ കാൽപാദങ്ങൾ പതിഞ്ഞ മണ്ണാണത്. DC ഓഫീസ് അടക്കം ആലപ്പുഴയിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പഴയ കാലങ്ങളൊക്കെ ഈ സമയം അവിടുത്തെ മുതിർന്ന പാർട്ടി പ്രവർത്തകരുടെ മനസ്സിലൂടെയൊക്കെ ആ ഓർമ്മചിത്രങ്ങൾ ഈ സമയം കടന്നു പോകുന്നുണ്ടാവണം. എന്തായാലും മുദ്രാവാക്യം വിളികൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ആലപ്പുഴ നഗരിയാകെ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിൽ ആ മുദ്രാവാക്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. മെനഞ്ഞാന്ന് ആ വിയോഗ വാർത്ത അറിഞ്ഞത് മുതൽ അന്തരീക്ഷത്തിൽ അലയൊലിയായി പടർന്ന മുദ്രാവാക്യം വിളികളാണ്. അതിപ്പോഴും അങ്ങനെ തന്നെ ഒരു ഇടതടവുമില്ലാതെ, തടസ്സങ്ങളില്ലാതെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ് ചിത്രം. കേൾക്കാൻ പറ്റുന്നില്ല. നിഷാദ് കേൾക്കാമോ? നിഷാദ് കേൾക്കാമെങ്കിൽ ഓഫ് അല്ല.